Opening prayer. Father Joshua Lal. Please. John Lal. John Lal. നമുക്ക് ദിവസങ്ങളിൽ തലവണയ്ക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗീയ നല്ല പിതാവെ, നല്ല സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തും സ്തുതിക്കുന്നു. വൈകാതെ സമയം തിരസലിൽ കർത്താവെ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. പ്രതികാലയുടെ തുടങ്ങുന്ന ഈ പ്രോഗ്രാമിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു എല്ലാവരെയും കർത്താവ് സഹായിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്ന് പരിശുദ്ധാത്മ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. ദൈവങ്ങളെ കൊണ്ട് ഞങ്ങളെ മൂടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്നതിനായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത കർത്താവെ, നേരങ്ങളെ എല്ലാ പ്രോഗ്രാമുകളെയും താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആദ്യത്തോടെ ഞങ്ങളെ കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൻ്റെ പിതാവേ. Next worship song. Pastor Sabu. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് ഞായറാഴ്ച വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ അല്പസമയം സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ച ഈ വലിയ സമയത്തിനായി കർത്താവിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് ഈ ഹാളിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ വചന പഠന സ്റ്റാർട്ടിങ് എന്നാണ് ദേവദാസൻ പറഞ്ഞത്. വചനം പഠിക്കുവാൻ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നുകൊണ്ടിരിക്കുകയാണ് വചനം കേൾക്കാൻ. അങ്ങനെ ഒരവസരം കൂടെ ഈ ഭൂമിയിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ദൈവം നമ്മെ ആ കൈകളിൽ തൻ്റെ കരങ്ങളിൽ വഹിച്ചതുകൊണ്ടാണ് ഇത്രയും പേര് ഇന്ന് ഇവിടെ കടന്നു വന്നിരുന്ന് കർത്താവിനെ സ്തുതിപ്പാൻ കടന്നു വരാനിടയായത്. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ അച്ഛൻ, ഇന്ന് ബൈബിൾ ക്ലാസ് എടുക്കുന്ന ദേവദാസന്മാർ, പ്രിയ മാത്തുള്ള പാസ്റ്റർ, അവരെല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മാത്തുള്ള പാസ്റ്ററുടെ ഏതൊരു ഫംഗ്ഷനിലും എന്നെ വിളിക്കുകയും ശുശ്രൂഷയ്ക്ക് അവസരം തരാറുണ്ട്. കർത്താവിന്റെ ദാസൻ നന്ദി പറയുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി പറയുകയാണ്. വന്ദനം പറയുന്ന ഒരുമിച്ച് അല്പസമയം കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ആരാധനയുടെ നടുവിൽ, സ്തുതിയുടെ നടുവിൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. എത്ര ഒരു വിശ്വസിക്കുന്നു? ഒരിക്കൽ കൂടെ ഒരു സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. വചനം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിയുടെയും ഉയർച്ചയുടെയും പിന്നിൽ ഉള്ള കാരണം. ഞാനും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സുവിശേഷ യോഗത്തിൽ കടന്നുപോയി ദൈവത്തിന്റെ വചനം കേട്ടതാണ് എനിക്ക് ഈ രാജ്യത്ത് കടന്നു വരുവാനും ഇടയായി. ദൈവവചനമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. പണ്ഡിതന്മാർക്കോ വിദ്യാസമ്പന്നർക്കോ കഴിയാത്തത് ദൈവവചനത്തിൽ കൂടെ ലഭിക്കുന്ന ജ്ഞാനത്തിൽ കൂടെ നമുക്ക് കർത്താവ് നൽകും. ആ ഒരു വലിയ പ്രൈസ് ദി ലോർഡ്, നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഈ ഗാനത്തിന്റെ വരികൾ പാടി കർത്താവിനെ ആരാധിക്കാം. ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ പാടുന്ന കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പാടുന്ന ഗാനം, തിരുക്കരത്താൽ വഹിച്ചു നമ്മെ തിരുഹിതം പോൽ നടത്തുന്നമ്മേ, കുശവൻ കയ്യിൽ കളിമണ്ണ് പോൽ അനുദിനം നീ പണിയണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ്. അതിന്റെ അടുത്ത സ്റ്റാൻസ പറഞ്ഞ ഇപ്രകാരമാണ്, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം നമുക്കുണ്ട് എന്ന് പറഞ്ഞാലും അതൊന്നും നമുക്ക് ആശ്വാസമാവുകയില്ല, സന്തോഷമാവുകയില്ല. കർത്താവും ദൈവവചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഹല്ലേലൂയ നിത്യമായതാണ്. അല്ലെങ്കിൽ ലോകം നമുക്ക് സന്തോഷം നൽകും, സമാധാനം നൽകും, അത് ശരിയായ കാര്യമാണ്. യേശു തന്റെ വചനത്തിൽ കൂടെ നൽകുന്നത് അത് നിത്യമായിട്ടുള്ളതാണ്. ആ സന്തോഷമുള്ളവരുടെ മുഖം ചിരിച്ചുകൊണ്ട് ഒരിക്കലും ഹല്ലേലൂയ പറയാം. നിങ്ങളുടെ മുഖം കണ്ടിട്ട് വളരെ നിരാശപ്പെട്ടാണ് പലരും ഇരിക്കുന്നത്. ഞായറാഴ്ച കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. 2 പേരുടെ നടുവിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. സന്തോഷത്തോടു കൂടെ എന്നെ എന്റെ ദൈവം തന്റെ കൈകളിൽ ഈ പട്ടണത്തിൽ ഈ ഇരിക്കുന്ന സമയം വരെ എന്നെ അവൻ താങ്ങി നിർത്തി എന്നുള്ള വിശ്വാസമുള്ളവരെല്ലാം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഈ ഗാനത്തിന്റെ വരികളിനോട് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. തിരുക്കരത്താൽ
Good evening, everybody. Hallelujah. 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 നമ്മൾ ആരാധിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നവനായ കർത്താവാണ്. ആകയാൽ നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹിമപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദം. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Good evening and greetings to. It is the inauguration ceremony of Bible verse study. Bible verse study means study about Word of God. Study about Word of God, study the Word of God. It means Word of God is Jesus Himself. Gospel according to John 1st chapter, 1st verse, it is written that in the beginning there was Word, and the Word was with God, and the Word was God. And of course in 1st chapter, it's a 14th verse, we can read that He came on the flesh, and that was Jesus Christ. And Jesus, we know that Jesus born in Bethlehem. He was in Bethlehem and he was ministering nearby the area of Jerusalem, Judea and Samaria and nearby region. And of course, wherever he went, he was given the light to everybody. He went to Capernaum. He was staying there for a few days. And Capernaum, nearby Capernaum, in Matthew, Gospel according to Matthew 4 chapter 13 onwards, we can see that nearby Zebulun, one place is called Zebulun. And the people, those who were there, they were under the shadow of death. And Jesus was in the Capernaum, and he was in the coastal area of Capernaum. And while Jesus was there, the light came out of him, and the people, those who were under the shadow of death, they got the light. They were enlightened. Their life became brightened. Dear brothers and sisters, just I want to tell you one thing. Wherever gospel reaches, people enlightened there. We know about our India. The missionaries of England and missionaries of America and very many other places, they visited there and they were given the light to there. And the people, those who were there, they were enlightened. Especially I can tell you about my place. I born and brought up in Andaman and Nicobar Island, especially in Port Blair, particularly in Port Blair. And Nicobar Island is the island of tribal. And you may be knowing about one person, John Chahuk. He came from here to Andaman Nicobar Island, especially one place called Sentinel. He wanted to work among them. And the Sentinel people, those who are, they are under darkness. They don't want to mingle with any people. He came there, and it was not in the knowledge of government. And of course, he came there, and he reached in that island, Sentinel Island. I can tell you one thing. I born and brought up in Andaman Nicobar Island, but I never visited there because it is not permitted to visit there. But he visited there. He visited there twice. And the first time and second time also they were given the warning. You are The most Reverend Dr. Dale A. Climie, Honorable Mayors, Pastors, സ്നേഹമുള്ള പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ സുദിനം ബൈബിൾ സ്റ്റഡിയുടെ ഉദ്ഘാടനമാണ്. വിശിഷ്ട അതിഥികളായി വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. 4 ഘടകങ്ങൾ ചേർന്നതാണ് സുവിശേഷം. 1, പ്രീച്ചിങ്.
2 ടീച്ചിങ്, 3 ഹീലിംഗ്, 4 അപ്ലിഫ്റ്റിംഗ്, ഉദ്ധാരണം. ഇത് 4 കൂടെ ചേരുമ്പോഴാണ് സുവിശേഷം ആയി വരുന്നത്. നിന്റെ വചനം പൂർണ്ണമാണ്. ദി വേർഡ് ഓഫ് ഗോഡ് ഈസ് കംപ്ലീറ്റ്. ഇൻകംപ്ലീറ്റ് ആയിട്ടല്ല, കംപ്ലീറ്റ്. മനുഷ്യനെ കുയിലിനോടൊരു ചോദ്യം ചോദിക്കുന്നു. കുയിലിനോട്, കുയിലേ, നിന്റെ ഈ കറുപ്പ് നിറം ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് മനോഹരമായിരുന്നു. സമുദ്രത്തോട് ചോദിക്കുകയാണ്, നിന്റെ ഉപ്പുരസം ഇല്ലായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. റോസാപ്പൂവിനോട് ചോദിക്കുകയാണ്, നിന്റെ മുള്ളില്ലായിരുന്നെങ്കിൽ എന്ത് സൗരഭ്യമാണ്. ഇവര് 3 കൂടി ചോദിച്ച ആളോട് ചോദിക്കുകയാണ്, എന്താണെന്ന് അറിയാം ചോദിച്ചത്, പ്രിയ മനുഷ്യ, നീ മറ്റുള്ളവരെ ദുഷിക്കുകയും പറയുകയും ചെയ്യുന്നത് ഇല്ലായിരുന്നെങ്കിൽ നീ എത്ര നല്ലവനായിരുന്നു. മറ്റവരെ എല്ലാം ഇരുത്തി. അപ്പോൾ അതിനെ ഇല്ലാതെ വരണമെങ്കിൽ ബൈബിൾ പഠിക്കണം. മനസ്സിലായോ? ഈ പഴയ വിഷയം നിന്നെയൊക്കെ മാറ്റണമെങ്കിൽ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം നമുക്കത് തരും. ആരെക്കുറിച്ചും കുറ്റം പറയില്ല, എല്ലാവരെക്കുറിച്ചും നല്ലതേ പറയുള്ളൂ. നമുക്ക് വീണ്ടും നോക്കുമ്പോൾ ഹൗ ടു സ്റ്റഡി ദി ബൈബിൾ. Gospel John chapter 3 verse 16. For God so loved the world that he gave his begotten Son, so that everyone here believes in him. Praise the Lord. Praise the Lord. സന്നിഹിതരായിരിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഇങ്ങനെയൊരു പ്രോഗ്രാം ആഗ്രഹിച്ചു. ദൈവം അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി. ഇവിടെ പാസ്റ്റർ സാബു ലൂയിസ് ഇൻട്രഡക്ഷനായി പറഞ്ഞപ്പോൾ മാത്തുള്ളയുടെ പ്രോഗ്രാം, മാത്തുള്ളയുടെ ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞു. ദേവി ഇത് അങ്ങനെ പറയരുത്. എൻ്റെ പ്രോഗ്രാമല്ല, എൻ്റെ ബൈബിൾ സ്റ്റഡിയുമല്ല, ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബൈബിൾ സ്റ്റഡിയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട്, സാറിന് ഒരു പേര് വീണ് കഴിഞ്ഞാൽ അത് വീണത് തന്നെ. പിന്നെ അത് മാറ്റാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ മാത്തുള്ളയുടെ ബൈബിൾ സ്റ്റഡി എന്ന് പറയരുത്. അങ്ങനെ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ കായികമായിട്ടും മാനസികമായിട്ടും സാംസ്കാരികമായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇവിടെ വളരണം. നമ്മുടെ തലമുറകൾ പോലും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയായി മുമ്പോട്ട് വരണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി. അതുകൊണ്ട് ഒരു അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന മാതിരി ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം, അതിനൊരു തുടക്കം ഇടണമെന്ന് ആഗ്രഹിച്ചു. ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം അതിനുള്ള മുഖാന്തരങ്ങളൊക്കെ ഒരുക്കി നമ്മൾ ഈ ദിവസം ഇന്ന് അതിന് വന്നിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നത്. ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സുകൾ, ഞാൻ ക്ലാസ് എടുക്കാൻ എന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കുന്ന ആളുടെ യോഗ്യതയെ പറ്റി നിങ്ങൾ ഉടനെ ചോദിച്ചെന്നിരിക്കും. അത് പറയണമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ സമയം നീണ്ടുപോയതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സുകളെ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഞങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ക്ലാസ് ഹൗ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് ബേസ്ഡ് ഓൺ ബൈബിൾ പ്രിൻസിപ്പിൾസ് ആൻഡ് നാച്ചുറൽ ലിവിങ്. ഇത് ബൈബിൾ സ്റ്റഡി അല്ല. ബൈബിൾ സ്റ്റഡിയുടെ ആവശ്യം ഇവിടെ ഇല്ല. എല്ലാ ചർച്ചുകളിലും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ബൈബിൾ സ്റ്റഡിയുടെ ആവശ്യമില്ല. ഞങ്ങൾ പഠിപ്പിക്കുന്നത് ബേസ്ഡ് ഓൺ ബൈബിൾ, ഹൗ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് ബേസ്ഡ് ഓൺ ബൈബിൾ ആൻഡ് നാച്ചുറൽ ലിവിങ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു ഹെൽത്തി ആയിട്ടിരിക്കാനും. ഒന്ന്, നീ വേർപ്പോടെ അപ്പം ഭക്ഷണം. രണ്ടാമത്തെ കാര്യം, വൈൽഡ് സസ്യം നിനക്ക് ആഹാരമായിരിക്കും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമ്മൾ ഏറ്റവും വളരെയധികം കാര്യങ്ങളുണ്ട്, അതിലിപ്പോൾ ഞാൻ കിടക്കുന്നില്ല. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ താങ്ങി നിർത്തുന്ന 4 കനക തൂണുകളാണ്. വ്യായാമം, മിതമായ ഭക്ഷണം, ക്ലെൻലിനെസ്, റെസ്റ്റ്. ഈ 4 വിഷയങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തെ താങ്ങി നിർത്തുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് വേർപ്പോടെ അപ്പം ഭക്ഷിക്കും, എക്സസൈസാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എക്സസൈസാണ്. അത് കഴിഞ്ഞാണ് ഭക്ഷണം, മിതമായ ഭക്ഷണം. ഇംഗ്ലീഷ് ചർച്ചിൻ്റെ 7 മഹാഭാവങ്ങളിലൊന്നായിട്ട് അവർ കരുതുന്നത് ഗ്ലട്ടണിയാണ്, അമിത
അമിതവർഷം. അതുകൊണ്ട് ആ വിഷയങ്ങളെ പറ്റി ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. ഇന്നിപ്പം മിക്കവാറും ആൾക്കാർ ടെൻസാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ആയുധ മത്സരം നടക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഹിസ്റ്ററിൻ്റെ ഹോബിയാണ് വെച്ച് നാളെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനമാണത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം ഉടനെ സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അത് സിംബോളിക് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന കാരണം സാധാരണ ജനങ്ങൾക്കത് മനസ്സിലാക്കുന്നതിന് വളരെ വിഷമമുണ്ട്. അതുകൊണ്ട് ആ സിമ്പിൾസിനെ, അത് പ്രവചനങ്ങൾ നിവൃത്തിയാണ്, ആ പ്രവചനങ്ങളെ അത് മനസ്സിലാകുന്ന ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ദിവസം കൊണ്ട് ആ ക്ലാസ് തീരത്തിൽ, അതൊരു ഫ്യൂ വീക്സ്, അത് ആഴ്ചയിലൊരു ദിവസമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെല്ലാവർക്കും സൗകര്യമായിരിക്കും എന്ന് കരുതുന്നു. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ്, ആസ്ക് ദ പാസ്റ്റർ. മൂന്നാമത്തെ ക്ലാസ് ഹൗ ടു കീപ് പീസ് ആൻഡ് ലവ് ഇൻ ദ ഫാമിലി. ഇന്നിപ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലികളൊക്കെ കലുഷിതമാണ്. നമ്മുടെ കുട്ടികൾ പലരും ഇത് കണ്ടാണ് വളരുന്നത്. ഭർത്താവും ഭാര്യയും അവർ സ്നേഹമില്ലാതെ വീട്ടിൽ കലുഷിതമായ അന്തരീക്ഷം കാണുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് ഇടിഞ്ഞ് താഴോട്ട് വീഴുന്നത്. കുട്ടികളുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പേരൻസ് അവർ സ്നേഹിക്കുന്നു, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. അപ്പോൾ അത് കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് വിവാഹം കഴിക്കാൻ മടിയാണ്. കാരണം അവർക്ക് ഭയമാണ്. ആ ഭയമൊക്കെ ഇത് മാറ്റി എങ്ങനെ നമുക്ക് നമ്മുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും നമുക്ക് സാധിക്കും, ബൈബിളിൻ്റെ ബേസിൽ എങ്ങനെ അത് സാധിക്കും എന്നുള്ളതായിരിക്കും ആ ക്ലാസ് എടുക്കുന്നത്. അടുത്തത് ആസ്ക് ദ പാസ്റ്റർ. ലൈഫിനെ സംബന്ധിച്ച് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം. ഞങ്ങൾക്കെല്ലാം ആൻസർ ഉണ്ടെന്നുള്ളതല്ല, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് അതിനകത്ത് വളരെ മുതൽക്കൂട്ടായിരിക്കും. റബേക്കയുടെ ഗർഭത്തിൽ ശിശുക്കൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ്, യാക്കോബും ഏശാവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മുഷ്ടിയുദ്ധം, തൊഴിക്കുന്നു ഇടിക്കുന്നു. അപ്പോൾ റബേക്ക പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പം റബേക്ക ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാം. അപ്പം ദൈവം അരുളപ്പാട് കൊടുത്തു, 2 ജാതികൾ നിൻ്റെ ഉദരത്തിൽ നിന്ന്. അത് പ്രവചനമാണ് അവിടെ. അപ്പോൾ ഇന്ന് നമുക്ക് പല കാര്യങ്ങളും ഇതുപോലുള്ള ചോദ്യങ്ങളുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അവസാനം എന്നുള്ളത്. അന്നത്തെ കാലത്ത് അരുളപ്പാട് ചോദിക്കാന്ന് പറഞ്ഞ് ആദൻസിലുള്ള ഉറക്കൾ നമുക്ക് പരിചയമുണ്ടായിരിക്കും. അതുപോലെ അന്ന് കാലത്ത് അരുളപ്പാട് ചോദിക്കാന്നുള്ള ഇതുണ്ട്, രീതി ഉണ്ടായിരുന്നു. ശമൂവേൽ അരുളപ്പാട് ചോദിച്ചവരും ബൈബിളിൽ എഴുതിക്കും. അപ്പം അത് ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ദൈവികമായിട്ടുള്ള തിയോളജിക്കലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പലർക്കും അവരോട് ഓരോരുത്തർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ അവർക്കറിയില്ല. നിങ്ങളുടെ ദൈവം 1 ആണോ 3 ആണോ, ട്രിനിറ്റിയെ പറ്റി അതെങ്ങനെയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഇവിടെയുള്ള ഒരു നല്ല പങ്ക് ആൾക്കാർക്ക് അറിയില്ല. നിങ്ങളെന്തോ ട്രിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊന്ന് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നവരില്ലെന്ന് തന്നെ പറയും. അപ്പം നമ്മുടെ കുട്ടികളെ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണം അവരോട് ചോദ്യം ചോദിച്ചാൽ അവരെ ശരിയായ രീതിയിൽ മറുപടി പറയാൻ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ വിശ്വാസങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനടുത്തത് സെയിം മനുഷ്യൻ സൃഷ്ടിയോ പരിണാമോ. ഇന്ന് അത്തീസ്റ്റ് ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ഗ്രൂപ്പാണ് എത്തീസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അവരുടേതായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി അവർക്ക് നിശ്ചയം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. അടുത്ത ലാസ്റ്റ് പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിർബന്ധത്തിന് പോയി ഒരു മത്സരത്തിന് ചേർന്ന് ഒരു പാട്ട് പാടാൻ രണ്ട് വരി പാടിക്കഴിഞ്ഞപ്പം ഞാൻ മറന്നുപോയി. ഞാൻ കുറച്ച് നേരം അവിടെ പോയി, ടീച്ചർ പറഞ്ഞു അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് എങ്ങനെ ഒരു പബ്ലിക് സ്പീക്കിംഗ് നമ്മുടെ കുട്ടികളെ എങ്ങനെ കോൺഫിഡൻസോടുകൂടി ഒരു വിഷയം പ്രസൻറ്റ് ചെയ്യാൻ അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം, നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ. അപ്പോൾ ഈ ഷീറ്റ് ഇവിടെ ആക്കി വെച്ചിരിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഇതിനൊന്ന് എഴുതിയാൽ ഞങ്ങൾക്ക് അറിയാം എത്ര പേര് ക്ലാസ്സിലുണ്ട്, ആദ്യം ഏത് ക്ലാസ് എടുക്കണം എന്നുള്ളത് മനസ്സിലാകും, വളരെ ഹെൽപ്പ് ചെയ്യും. പ്രാർത്ഥനയിൽ ഈ ബൈബിൾ വേഴ്സ് സ്റ്റഡിയെ നിങ്ങൾ ഓർക്കുക. Please uphold in your prayers. Thank you.
truly my pleasure to be here this evening. Want to relate a little story to you to perhaps set a challenge before all who are going to be involved in this study. Several years ago, President Chavez was the president and dictator of Venezuela. And some things happened, and he decided to invite the Protestant churches to get out of Venezuela, which left Venezuela without a fundamental Christian testimony or witness. And so we were chosen to travel to Venezuela along with the Archbishop of Canada, the Archbishop of Mexico, to take 4 ministers and to consecrate them as bishops of the new Reformed Catholic Church of Venezuela. While I was there, it was an interesting trip because as we were staying in the city of Maracaibo, the main business of Maracaibo is oil, and the second biggest business in Maracaibo is kidnapping Westerners and holding them for ransom. And so, needless to say, the powers that be were a little bit concerned about our safety as we were there. And so President Chavez arranged for us to stay in a hotel that was it was a military installation. Let's put it that way. We were completely safe from any attack or any assault. And they had their own restaurant there. And so on my first night in Venezuela, we were sitting in this restaurant, and I had to place an order. What am I going to eat? And they had a seafood gumbo, and I said, what can go wrong with seafood gumbo? And so on my first night there, I ordered a bowl of seafood gumbo. And as I'm eating this soup, and it tasted so good, I could that it was dimly lit. They didn't want to have a lot of lights there because you might become a target of a sniper. And so as we were there in the restaurant, I could tell there was something substantial that was in my bowl of soup. And finally, I took my spoon and I put it in the soup and I pulled it up, and there, looking me in the eye, was an octopus. And I mean, it had its little tentacles, all 8 of them about that long, and its head was about that big, and it was just kind of, staring me in the face. And I'm sitting there contemplating, what am I going to do with this octopus? And as I sat there, the Archbishop of Canada leaned over and he said, brother, are you going to eat that? And I said, do you like octopus? And he said, yes, it's a favorite of mine. I says, well, here, why don't you eat it? And I gave the man the octopus. I get back to my hotel room, and I was so angry with myself because I let a dead octopus stare me down. I was defeated by a dead octopus. So the next evening, I ordered the same soup. And as I stirred my spoon around, I found the octopus. And I took it out, and I looked at it, and I ate it. It wasn't the most enjoyable food I'd ever put in my mouth, but I had brought victory to defeat. I had let the previous evening a dead octopus get the victory over me. And I refused to let that victory stand. So the next night I came back and I ate that octopus. I haven't had octopus since. It was not a delicious victory, but it was a victory nevertheless. And so when we are studying God's Word, I would encourage you, do not back down from the hard things. The Word of God is full of wonderful promises,
miraculous events, things that just stir our soul. But there are also some difficult things in God's Word. And many times the church has been confronted with these difficult things, and they have run away from them. Earlier, several years earlier, I was just a simple Pentecostal preacher. All I ever wanted to do was have a little church out in a farming community where I could be involved with the everyday lives of my church people. And God had never hasn't allowed me to enjoy that blessing yet. But as I had established St. James University, my wife and I had established Set Free Ministries International, which is a reading the word, and we're gleaning things from the Word that we never have seen before. That's where good old-fashioned Bible study is at its best. Will you pray with me? Father God, I thank you for the hearts and the minds that said we need to have this in-depth study of God's Word. We need to, especially in these end times, we need to know exactly what God's Word demands from us, what Jesus Christ Himself requires of us. And Father, I pray for a wonderful outpouring of your Holy Spirit every time this group meets. I pray, Lord God, that as your Holy Spirit is ministering through the teachers to each person there, to their heart as it's opened up to you, to their mind as it's opened up to you, that Father God, you are going to be able to bring forth the things of God that will truly prepare your people for the end times. Father, I thank you for raising up teachers for such a time as this. And I pray, Father God, that you will raise up students, men and women of God who are challenged by His Word, who say, I'm tired of just the regular preaching or the regular delivery of our denominational doctrine. I want to know what the Word of God truly says, especially in these end times. So, Father, we are expecting you to pour out, to anoint your Holy Spirit with the teaching, with all the people involved. Lord God, that because of the Holy Ghost anointing on the teaching, that word will go forth throughout the community, that here is the place to meet, where the Word of God is opened up and it's discussed without any denominational color. It is discussed, Lord, in all of its purity and all of its beauty. And Father God, we ask this in the precious and holy name of Jesus. Amen. उसकी इबादत करूं, याद करूं कि वही एक खुदा है, हमको जीवन उसी ने दिया है, उसी चारगाह से हम सब हैं आए, हम दोस्त ना के हम गीत गाए, रब का तुम शुक्र करो, ऊंची आवाज़।
First of all, I just want to take this opportunity to thank all of you for, especially as I call him several names, but Nainanango is what I've been known to call him. So before I start, I know there's a lot of denominations are here. So this weekend has been a big unity of everyone together. So I want to wish each and every one of you a happy Onam. All right? And that's why I'm dressed like this, because coming from a couple of Onams today and have to go to another one. So as you can see, so it takes place. But one of my favorite verses in Bible that I quite often use is, today's the day the Lord has made. Let us rejoice and be glad in it. And the reason I say that, let us rejoice and be glad in it, is because today we are starting a new intervention here, which is Bible classes studies. As Nainanango explained, that I like the topics because it's not just so much of verses and looking in the Bible, it's giving an insight to younger generation. As Mayor Ken Matthew and I deal with daily in our cities, both of our cities, there's a I'll step down a little bit so that I won't hide them. Respected reverends and Honorable Mayor of Missouri City and Dr. Nainan Mathula, thank you for, especially for you, thank you for inviting me and my wife to be part of this one. I think it is a good thing, but I have to go. I'll be leaving right now. The reason I am leaving right now, we have the Lent service. Today is the 8th day of Mother Mary's Lent. So I am a devotee of Mother Mary. So there's a story behind it. And also the reason being, the very first commandment out of 10 commandments is honor your father and mother. So we are honoring the mother of Jesus Christ, our Lord. So we have, in our denomination, we have that 8-day Lent for Mother Mary. So there's a story behind it, how I became a devotee of Mother Mary. I was, in Malayalam, if I say, my parents and grandparents put me as a, what you call Adima. My dear friends, ഈ ബൈബിൾ സ്റ്റഡി എന്ന് ആദ്യം മാത്രമുള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി വിചാരിച്ച ഒരു കൺസെപ്റ്റല്ല മാത്രമുള്ള ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ബൈബിൾ സ്റ്റഡി എന്നും പറഞ്ഞ് ഞാൻ ഒരു കൊളാടക്കാരനാണ്. സിലോൺ ബന്ധിക്കോസുകാരും ഇന്ത്യൻ ബന്ധിക്കോസുകാരും എല്ലാവരുടെയും ഇടയിൽ ജീവിച്ച് അങ്ങനെ ബൈബിൾ സ്റ്റഡിയെ പറ്റി ഞാൻ കേട്ടിരുന്ന ഒരു കൺസെപ്റ്റ് ഇന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് മാത്രമുള്ള ഇവിടെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. സോ ഐ അപ്രീഷിയേറ്റ് ദിസ് എഫർട്ട് ആൻഡ് ഐ കൺഗ്രാജുലേറ്റ് യു ഫോർ കമ്മിങ് അപ്പ്. Good evening to everybody, especially to Achan. അച്ഛൻ്റെ അഡ്രസ്സ് വളരെ ഭംഗിയായിരിക്കുന്നു. ചിരിക്കാനുള്ള ഒരു മാർഗം അച്ഛൻ തന്നു. മാത്രമുള്ള ഞാനും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, മാത്രമുള്ളയും ഞാനും കൂടെ ഒരു 13 വർഷമായിട്ട് ഒരു ദിവസം പോലും ജീവിതത്തിൽ വിളിക്കാത്ത ദിവസങ്ങളില്ല. അത് വിളിക്കുന്നത് 11 മണിക്കും 11:30ക്കും ഇടയ്ക്ക്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും, മാത്രമുള്ള ലഞ്ച് കഴിയുമ്പോൾ, മാത്രമുള്ള എക്സർസൈസിന് പോയിരിക്കുന്ന സമയമായിരിക്കും. അതിന് മാത്രമുള്ള എവിടെയാ, പാടത്താണോ എന്ന് ചോദിക്കും, പാടത്ത് ഓടുകയാണോ എന്ന്. അങ്ങനെ വളരെ നിഷ്കൃഷ്ടയും സത്യസന്ധതയുമുള്ള ഒരാളാണ്. ബൈബിളിനെ കുറിച്ച് ചിലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ ബൈബിൾ മുഴുവനും വായിച്ചിട്ടുണ്ട്. എൻ്റെ 17 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെ ഞാൻ പാറ്റ്ന മെഡിക്കൽ കോളേജിലാണ് നേഴ്സിംഗ് പഠിച്ചത്. അവിടെ 35 സ്റ്റുഡൻസിൽ 10 ബിഹാരി സ്റ്റുഡൻസ്, അവരെല്ലാം ബിഹാരികൾ, ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ. 24 ക്രിസ്ത്യൻ മലയാളീസ്.
ഞാൻ മാത്രം ഒരു ഹിന്ദു മലയാളി. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ ഒന്നും പോകാൻ മാർഗമില്ല. അങ്ങോട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവം ചെറുപ്പത്തിലെ ഭഗവാൻ കൃഷ്ണൻ എന്ന് പഠിച്ചു. ആറന്മുളയാണ് ജനിച്ചത്. അപ്പോൾ ഞാൻ മാസത്തിൽ 1-2 ഞായറാഴ്ച അവധി കിട്ടുമ്പോൾ കുമ്പനാട്ടുകാരെത്തിയ ഒരു റേച്ചലമ്മയുടെ കൂടെ പാറ്റ്നയിലെ പെന്റിക്കോസ്റ്റൽ ഹൗസിൽ പോകുമായിരുന്നു. അന്ന് അവിടെ പാസ്റ്ററായിരുന്നത് ഇടയാമ്പലക്കാരൻ. Your Excellency, Father Thodathirajan, ബഹുമാനപ്പെട്ട മേയേഴ്സ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടു. ഡോക്ടർ നൈനാൻ മാത്തൂരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹം ഇവിടെ വിവരിച്ചു. ആധുനിക ലോകത്തിന് നമ്മൾ ബൈബിളൊക്കെ നമുക്ക് എല്ലാവർക്കും കുറേയെല്ലാം അറിയാമെങ്കിലും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീയമായ കാര്യങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കുന്നത് അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ. പക്ഷേ കായികമായിട്ടും നമ്മുടെ ആരോഗ്യപരമായിട്ടൊക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ ഇവിടെ ബൈബിൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും. നമ്മളൊക്കെ പ്രായമായവർക്കൊക്കെ ഇനി ബൈബിളൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അതിൻ്റെയൊക്കെ മാസ്റ്റേഴ്സ് എടുത്തു. എങ്കിൽ തന്നെയും മാത്രമല്ല ഈ സമയത്ത് ഈ ഡോക്ടറേറ്റൊക്കെ എടുക്കുകയും അത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഇവിടെ ബൈബിൾ ക്ലാസ്സിൽ കൂടെ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ഒക്കെ സംഘടിപ്പിച്ച് എല്ലാവർക്കും വേണ്ട ഒരു പ്രോത്സാഹനം നൽകുന്നത് വളരെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും മാത്തുള്ളയ്ക്ക്, ഡോക്ടർ നൈനാൻ മാത്തുള്ളയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. ഒരു പാട്ട് പാടുന്നതാണ്. ഞാൻ പാടാൻ പോകുന്ന ഗാനത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ഇവിടെ ഈ മീറ്റിംഗിൽ ഒരു ഘടകമായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ എഴുതിയ മനോഹരമായൊരു ഗാനമാണിത്. കൂടാരമാം എൻ ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യ വീട് എനിക്ക് സ്വർഗത്തിലുണ്ട്. നമ്മുടെ ശരീരം ഒരു വീടാണ്. ഈ ശരീരം നഷ്ടമായാൽ മറ്റൊരു വീട്, കൈകൾ കൊണ്ട് പണിയാത്തൊരു വീട് കൊണ്ട് എന്നുള്ളതാണ്. ദൈവവചനം പഠിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, എന്തിനാണെന്ന് ചോദിച്ചാൽ വചനം ദൈവമാണ്, ദൈവം വചനമാണെന്നാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്. പിന്നീട് ദൈവവചനം പഠിക്കുമ്പോൾ ഈ പാട്ടിൽ എഴുതിയിരിക്കുന്ന മാനവർക്കായി ജീവൻ തന്ന യേശുവെ സ്വീകരിച്ചാൽ നിത്യമായി വാണിടാമേ യേശുവിനോടൊപ്പമായി. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ദൈവം. ദൈവിക സങ്കല്പങ്ങൾ ഒത്തിരി നമുക്കുണ്ട്. എന്തിനാണ് ബൈബിൾ പഠിക്കുന്നത്? ബൈബിളിന്റെ പ്രത്യേകത ഈ ലോകത്തിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ദൈവം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതാണ് ബൈബിൾ പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ആ രക്ഷകനായ യേശുവിനെ പിൻപറ്റുവാനും ദൈവവചനം പഠിച്ച് ഹല്ലേലൂയ, സ്തോത്രം, മുന്നേറുവാൻ സഹായിക്കും. പാസ്റ്റർ ജോൺസൺ എഴുതിയ ഒരു ആൽബം പാട്ട് ഞങ്ങളൊരു MP3 ആൽബം ആക്കിയിട്ടുണ്ട്. ഹിന്ദി മലയാളം പ്രൈസ് സോങ്സ് ആണ് അതിനകത്തുള്ളത്. നിങ്ങൾ വാങ്ങണം, കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന മാത്യു മൈരവൻ സാർ എഴുതിയ ഒത്തിരി പാട്ടുകൾ ഞാൻ സംഗീതം ചെയ്ത് പാടിയിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയും. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൈപ്പണിയല്ലാത്ത നിത്യവീട്
വരുവാനുള്ളതോ നിത്യം നിലനിൽക്കും നഗരമല്ലോ. നിലനിൽക്കും നഗരമില്ല ഇഹലോകത്തിൽ, വരുവാനുള്ളതോ നിത്യം നിലനിൽക്കും നഗരമല്ലോ. കൂടാരമാമൻ ഭൗമഭവനമഴിയാൻ കൈപ്പണിയല്ലാത്ത നിത്യവീടെനിക്കുണ്ട്. കൂടാരമാമൻ ഭൗമഭവനമഴിയാൻ കൈപ്പണിയല്ലാത്ത നിത്യവീടെനി Marvelous. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ചന്ദ്രഗ്രഹണമാണെന്ന് തോന്നുന്നു. ഞാനിങ്ങോട്ട് വണ്ടിയിൽ പോരുമ്പോൾ ന്യൂസ് വെച്ചു. അപ്പോൾ ഇന്ത്യയിൽ രാത്രി ചന്ദ്രഗ്രഹണം, അമേരിക്കയിൽ പകല് ചന്ദ്രഗ്രഹണം. അപ്പോൾ ഈ ഒരു നല്ല ദിവസം തന്നെ നമ്മുടെ പ്രൊഫസർ ഡോക്ടർ നൈനാൻ മത്തുള്ള ഈ ബൈബിൾ സ്റ്റഡി ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ എടുത്ത നന്നായി എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല അന്ധവിശ്വാസമാണോ ഒന്നും അറിയില്ല, ഞാനത് പറഞ്ഞു എന്ന് മാത്രം സാന്ദർഭികമായിട്ട്. അപ്പോൾ ഈ ലോകത്തിൽ ബില്യൺ കണക്കിന് അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ട, ഫ്രീ ആയിട്ടും പെയ്ഡും ആയിട്ട് വിതരണം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ബൈബിൾ. പഴയ നിയമവും പുതിയ നിയമവും അത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ, അത് കേട്ടിട്ടുണ്ട്. പിന്നീട് ദൈവം ഒരു പിടി മണ്ണെടുത്ത് പുരുഷനെ സൃഷ്ടിച്ചു, ഒരു പിടി മണ്ണ്. അതിനുശേഷം ആ പുരുഷനെ ദൈവം ഉറക്കി കിടത്തി. ആ പുരുഷന്റെ വാരിയല്ലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു. അതുകൊണ്ട് പുരുഷന്മാർക്ക് വാരിയല്ലില്ല, നട്ടലില്ല, ശക്തി കുറവ്. അതുകൊണ്ട് ശക്തി കൂടുതൽ സ്ത്രീജനങ്ങൾക്കാണ്. അതായത് വിൽ പവർ എന്ത് കാര്യത്തിന് സ്ത്രീജനങ്ങൾക്കാണ് എന്ന് ഒരു വാദം. അതിനപ്പുറം വേറെ ചില പുരുഷന്മാർ പറയുന്നു, അല്ല, നിന്റെ വാല്യൂ, നീ എൻ്റെ കീഴിലാണ്, കാരണം നീ വെറും എൻ്റെ അസ്ഥി മാത്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റിയുള്ള ഇത് തർക്കങ്ങളുണ്ടാകാം. ഓക്കെ, ബൈബിൾ ഇവിടെ പലരും സംസാരിച്ചതിനിടയിൽ പറഞ്ഞു പല കാര്യങ്ങളും ദുരൂഹമാണ്. സിമ്പിളാണ് ചില കാര്യങ്ങൾ, ചിലത് ദുരൂഹമാണ്. അതും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ വിശദമായിട്ട് കെട്ടഴിച്ച് നമ്മുടെ സമൂഹ മധ്യത്തിൽ Greetings to all friends here in Jesus Christ. എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. സഹോദരരായ നിങ്ങളുടെ നന്ദി അറിയിക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മുമ്പായിട്ട് ഇവിടുത്തെ ബൈബിൾ സ്റ്റഡിയെ കുറിച്ചുള്ള ഒരു ചെറിയ രൂപരേഖ നമ്മൾ കേട്ടു. ഈ ബൈബിൾ സ്റ്റഡി ഒത്തിരി ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ബൈബിൾ സ്റ്റഡി കൊണ്ട് ആഗ്രഹിക്കുന്നത്, ഈ അവസാന നാളുകളിൽ നമ്മളിപ്പം റവറൻ ക്ലൈമയിൽ നിന്ന് കേട്ടതുപോലെ ഇത് അവസാന ദിവസങ്ങളാണ്, ലാസ്റ്റ് ഡേയ്സാണ്. എന്നാൽ ആ ലാസ്റ്റ് ഡേയ്സിൽ നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡികൾ കൊണ്ടൊക്കെ നമുക്ക് എന്താ നേടുന്നത്? AC ജോർജ്, റൈറ്റർ, എഴുത്തുകാരൻ AC ജോർജ്
അറിയാമല്ലോ, നമുക്ക് എഴുത്തുണ്ടെങ്കിലേ പുസ്തകങ്ങളുള്ളൂ, പുസ്തകങ്ങളുണ്ടെങ്കിലേ നമുക്ക് അറിവ് കിട്ടുകയുള്ളൂ. വളരെ കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് എഴുത്ത്. ആ എഴുത്ത് മുഖാന്തരം അനേകർക്ക് അനേക വിഷയങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഞങ്ങളുടെ നന്ദിയെ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നെക്സ്റ്റ് താങ്ക്സ് ഗോസ് ടു മാത്യു വൈരമൺ, അഡ്വക്കേറ്റ് മാത്യു വൈരമൺ. നമ്മൾ അദ്ദേഹത്തിൽ നിന്നും ഇപ്പം നമ്മൾ ചെറുതായിട്ട് കേട്ടു. ഞങ്ങളുടെ ഈ ചെറിയ ഈ സംരംഭത്തിൻ്റെ ഇതിൻ്റെ നന്ദിയെ അറിയിക്കുന്നു. അടുത്തതായിട്ട് നന്ദി അറിയിക്കാനുള്ളത് പിന്നെ നമ്മുടെ ഡാൻസ്, നമ്മുടെ ഹൃദയം കവർന്ന ഒരു ഡാൻസ് നടത്തിയ പൈതലിനെ ഓർത്താണ്. ഞങ്ങളുടെ നന്ദിയെ പൈതലിനും അറിയിക്കുന്നു. അതിൻ്റെ അടുത്തതായിട്ട് നെക്സ്റ്റ് താങ്ക്സ് ഗോസ് ടു പാസ്റ്റേഴ്സ്. ഇവിടെ പാസ്റ്റർമാരായിട്ട് വന്നിരിക്കുന്ന എല്ലാ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എന്തെങ്കിലും അപാകതകൾ ഞാൻ ഗ്രീറ്റിങ്സ് അറിയിക്കുന്നതിലുണ്ടെങ്കിൽ പിന്നെ ക്ഷമിക്കണം, മുൻകൂർ ജാമ്യം എടുക്കുക. എല്ലാവരെയും ഓർത്ത് പറയുന്നില്ല. പാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും അതിനകത്ത് ആകപ്പെടും. അവർക്കും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. അടുത്തത് നെക്സ്റ്റ് താങ്ക്സ് ഗ്രീറ്റിങ്സ് ഗോസ് ടു സൗണ്ട് സിസ്റ്റം. നമ്മുടെ ആൻഡ്രൂസ് നല്ല മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. അടുത്ത് നമ്മുടെ പാട്ടിൽ കൂടി ഹൃദയം കവർന്ന എന്ന് പറഞ്ഞാൽ ഹൃദയം തൊടുന്ന മനോഹരമായ ക്രിസ്ത്യൻ പാട്ട് പാടി നമ്മളെ സഹായിച്ച സഹോദരനെ ഓർത്ത് ഞങ്ങളുടെ സാബു ലൂയിസിന് ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു, ഗ്രീറ്റിങ്സ് അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഈ ഫെസിലിറ്റി നമുക്ക് തന്ന അപ്പനാബ സാറ് സുരേഷിനെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പിന്നെ അല്ലാതെ ഏതെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും എൻ്റെ നന്ദി, ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡിയുടെ നാമത്തിൽ എൻ്റെ നന്ദിയെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.